ഇറാനുമായുള്ള യുദ്ധം പുനരാരംഭിക്കേണ്ടി വന്നേക്കുമെന്ന് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. ധാരണയിലെത്താൻ ഇറാൻ അതിയായി ആഗ്രഹിക്കുന്നുണ്ട്. തീരുമാനമെടുക്കേണ്ട ഇറാന്റെ നേതാക്കൾ ആരാണെന്ന് അവർക്ക് തന്നെ അറിയില്ല എന്നാണ് ട്രംപ് പറയുന്നത്. ഇറാനെതിരെയുള്ള നാവിക ഉപരോധം അമേരിക്കൻ സൈനിക നടപടി തന്നെയാണെന്നും അത് തുടരുന്നത് ക്ഷമിക്കാനാകില്ലെന്നും ഇറാൻ പ്രസിഡന്റ് മസൂദ് പെസഷ്കിയാൻ പ്രതികരിച്ചു. മധു കൊട്ടാരക്കര അമേരിക്കയിൽ നിന്ന് നമ്മളോടൊപ്പം ചേരുന്നു. മധു കൊട്ടാരക്കര, എന്താണ് യഥാർത്ഥത്തിൽ ഇനി സംഭവിക്കാൻ സാധ്യതയുള്ളത്? കാരണം വീണ്ടും ഒരു യുദ്ധത്തിലേക്ക് അല്ലെങ്കിൽ ആ യുദ്ധം പുനരാരംഭിക്കുന്ന ഒരു ഘട്ടത്തിലേക്ക് കാര്യങ്ങൾ പോവുകയാണോ? അങ്ങനെ സ്ഥിതിഗതികൾ വഷളായിട്ടുണ്ടെങ്കിൽ അതിന്റെ പൂർണ്ണമായ ഉത്തരവാദിത്വം ആർക്കാണ് എന്ന കാര്യം കൂടി പരിശോധിക്കേണ്ടതല്ലേ? ഈ പാകിസ്ഥാന്റെ ഒക്കെ മധ്യസ്ഥതയിൽ നടക്കുന്ന സമാധാന ശ്രമങ്ങളൊക്കെ മരവിച്ച അവസ്ഥയിലാണോ ഇപ്പോഴുള്ളത്? ഗുഡ് മോർണിംഗ് ജി കെ ദിൽന. നമ്മൾ മുമ്പ് സൂചിപ്പിച്ചതുപോലെ അതിൻ്റെ ഒരു നിയമവശവുമായി ബന്ധപ്പെട്ടുള്ള ചില ചർച്ചകൾ അമേരിക്കയിൽ സജീവമായിരിക്കുകയാണ്. അതായത് 60 ദിവസത്തിനുള്ളിൽ US കോൺഗ്രസിന്റെ അനുവാദം ട്രംപ് അഡ്മിനിസ്ട്രേഷൻ വാങ്ങിക്കേണ്ടതായിട്ടുണ്ട്. പക്ഷെ ഇപ്പോൾ ഈ വെടിനിർത്തൽ നടപ്പിലായതുകൊണ്ട് ആ ദിവസങ്ങൾ കണക്കിലാക്കേണ്ടതില്ലെന്നാണ് ഡിഫൻസ് സെക്രട്ടറി പീറ്റ് ഹെഗ്സത്ത് പറയുന്നത്. പക്ഷെ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഇറാന്റെ ഭാഗത്ത് ഒരു ഉത്തരവാദിത്വമുള്ള ഒരു ലീഡർഷിപ്പ് ഇല്ലാത്തതാണ് തീരുമാനങ്ങൾ എടുക്കാൻ വൈകുന്നതെന്നാണ് ട്രംപ് പറയുന്നത്. അതുമാത്രമല്ല, ഇറാൻ പരസ്യമായി പറയുന്നതും ട്രംപ് അഡ്മിനിസ്ട്രേഷനോട് പറയുന്നതും വ്യത്യസ്തമായ കാര്യങ്ങളാണെന്ന് ട്രംപ് പറയുന്നു. അതേസമയം ഇറാനെതിരെ സ്വീകരിക്കേണ്ട പുതിയ സൈനിക നടപടികളെക്കുറിച്ച് ചർച്ച ചെയ്യുവാൻ ഡൊണാൾഡ് ട്രംപ് ഇന്ന് ഉന്നത സൈനിക മേധാവികളുമായിട്ട് വൈറ്റ് ഹൗസിൽ കൂടിക്കാഴ്ച നടത്തുന്നുണ്ട്. ഇത് സംബന്ധിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ ലഭ്യമായിട്ടില്ല. US സെൻട്രൽ കമാൻഡ് മേധാവി അഡ്മിറൽ ബ്രാഡ് കൂപ്പറിന്റെ നേതൃത്വത്തിലുള്ള ഒരു സംഘമാണ് വൈറ്റ് ഹൗസിലെത്തി മുന്നോട്ടുള്ള കാര്യങ്ങൾ എങ്ങനെ വേണമെന്നുള്ള ഒരു വിശദീകരണം നൽകുന്നത്. അതായത് ഹോർമൂസ് കടലിടുക്ക് നിയന്ത്രണത്തിലാക്കി അന്താരാഷ്ട്ര ചരക്ക് നീക്കം പുനഃസ്ഥാപിക്കുന്നതിനുള്ള ചില സൈനിക പദ്ധതികൾ ചർച്ചയാകുമെന്ന് അറിയാൻ സാധിക്കുന്നുണ്ട്. അതുമാത്രമല്ല, ഇറാന്റെ പ്രധാന അടിസ്ഥാന സൗകര്യങ്ങൾ ലക്ഷ്യമിട്ടുള്ള വളരെ ഷോർട്ട് എന്നാൽ ശക്തവുമായിട്ടുള്ള മിസൈൽ ആക്രമണങ്ങൾക്കുള്ള സാധ്യതയുണ്ട്. അതുപോലെ ഇറാന്റെ യുറേനിയം ശേഖരം പിടിച്ചെടുത്തിട്ട് അതിനായിട്ട് ഒരു സ്പെഷ്യൽ ഫോഴ്സിനെ ഉപയോഗിക്കാനുള്ള നീക്കങ്ങളും പെന്റഗൺ ആലോചിക്കുന്നുണ്ട്. അതേസമയം ഈ അമേരിക്ക ഏതെങ്കിലും തരത്തിലുള്ള ഒരു സൈനിക നീക്കം നടത്തിയാൽ അമേരിക്കൻ സൈനിക താവളങ്ങൾക്കും പശ്ചിമേഷ്യയിൽ ഇപ്പോഴുള്ള യുദ്ധക്കപ്പലുകൾക്ക് നേരെ ആക്രമണം ഉണ്ടാകുമെന്ന് IRGCയുടെ എയ്റോസ്പേസ് ഫോഴ്സ് കമാൻഡർ മാജിദ് മുസവി മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. അതേസമയം ഒരു വശത്ത് ഈ സൈനിക നീക്കങ്ങളുടെ ചർച്ച ചെയ്യുമ്പോൾ മറുവശത്ത് സമാധാനപരമായ ഒരു കപ്പൽ ഗതാഗതത്തിനായി നയതന്ത്ര നീക്കങ്ങളും അമേരിക്ക സജീവമാക്കുകയാണ്. അതായത് ഹോർമൂസ് കടലിടുക്കിൽ കപ്പലുകളുടെ സുരക്ഷ ഉറപ്പാക്കുവാൻ മാരിടൈം ഫ്രീഡം കൺസ്ട്രക്ട് എന്ന പേരിൽ ഒരു പുതിയ സഖ്യം രൂപീകരിക്കുവാൻ അമേരിക്ക ആലോചിക്കുകയാണ്. മെയ് 1 താല്പര്യമുള്ള രാജ്യങ്ങളെ അമേരിക്ക ഔദ്യോഗികമായി ഈ സഖ്യത്തിലേക്ക് ക്ഷണിക്കും. അതേസമയം ഇറാനെതിരെ അമേരിക്ക സൈനിക നീക്കം ശക്തമാക്കുന്നു എന്നുള്ള റിപ്പോർട്ടുകൾ പുറത്തു വന്നതോടുകൂടി എണ്ണവിലയിൽ വലിയ വർധനവാണ് രേഖപ്പെടുത്തിയത്. ഏതാണ്ട് $126 വരെ ഉയർന്നതിന് ശേഷം പിന്നീട് അത് $114 തിരിച്ചെത്തുകയും ചെയ്തിട്ടുണ്ട്. ജി കെ ദിൽന. മധു, ഇതിനകത്ത് ഇപ്പോൾ ഈ നാവിക ഉപരോധം, അമേരിക്ക ഹോർമൂസിൽ നടത്തുന്ന നാവിക ഉപരോധം എന്നത് യഥാർത്ഥത്തിൽ ഒരു സൈനിക നടപടിയായി തന്നെ കാണണം. ആ കാര്യത്തിൽ ഇനി ഒരു വിട്ടുവീഴ്ചയ്ക്കും തയ്യാറല്ല എന്ന ഇറാന്റെ ഇപ്പോഴത്തെ പൊസിഷൻ, അത് സ്വാഭാവികമായും ഈ സമാധാന ശ്രമങ്ങൾക്കും നീക്കങ്ങൾക്കും ഒക്കെയുള്ള ഒരു വലിയ പ്രതിബന്ധം സൃഷ്ടിച്ചിട്ടുണ്ടല്ലോ. അതിലൊരു മാറ്റവും വരാനുള്ള സാധ്യതയില്ലെങ്കിൽ പിന്നെ സമാധാനത്തിന്റെ വഴികൾ തേടിയുള്ള ചർച്ചകൾ ഇനി ഏത് ദിശയിലാണ് സഞ്ചരിക്കാൻ സാധ്യതയുള്ളത്? അതിന്റെ സാധ്യതകൾ ഏതാണ്ട് പൂർണ്ണമായി അടയുകയാണ് എന്ന് വിലയിരുത്തിയാൽ അത് ശരിയാകുമോ? ഹോർമൂസ് കടലിടുക്ക് ഇറാൻ അടച്ചപ്പോൾ അതിന് പകരമായിട്ടാണ് ട്രംപ് അഡ്മിനിസ്ട്രേഷൻ ഈ നാവിക ഉപരോധം കൊണ്ടുവന്നത്. ഗോപികൃഷ്ണൻ, അതുവഴി ഇറാനെ ചർച്ചയിലേക്ക് അല്ലെങ്കിൽ ആ മേശയിലേക്ക് എത്തിക്കുക എന്നുള്ളതായിരുന്നു അമേരിക്കൻ തന്ത്രം. പക്ഷെ ഇത്ര ദിവസമായിട്ടും ഇറാൻ അത് പിടിച്ചു നിൽക്കുകയാണ്. തന്നെയുമല്ല, എണ്ണയുടെ ഉൽപാദനം നിർത്തിവെക്കേണ്ട ഒരു സാഹചര്യത്തിലേക്ക് വരും ദിവസങ്ങളിൽ എത്തും. കാരണം ഇത് സ്റ്റോക്ക് ചെയ്യാനുള്ള ആ ശേഷിയും അതിൻ്റെ പരമാവധി എത്തുകയും ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് വരും ദിവസങ്ങൾ ഒരു പക്ഷേ ഈ രണ്ട് രാജ്യങ്ങൾക്കും വളരെ നിർണായകമായിരിക്കും. അത് മാത്രമല്ല, ട്രംപ് അഡ്മിനിസ്ട്രേഷന് തീർച്ചയായിട്ടും US കോൺഗ്രസിന്റെ അനുവാദമില്ലാതെ മുന്നോട്ടെങ്ങനെ പോകും എന്നുള്ളതും ഒരു ചോദ്യചിഹ്നമായിട്ട് നിൽക്കുകയാണ്. അതുകൊണ്ട് വരും മണിക്കൂറുകൾ ഇറാനെ സംബന്ധിച്ചും അമേരിക്കയെ സംബന്ധിച്ചും വളരെ നിർണായകമാണ്. ഗോപികൃഷ്ണൻ. ശരി, മധു കൊട്ടാരക്കരയാണ് ന്യൂജേഴ്സിയിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്. ജി കെ, സൈനികമായി ആക്രമിച്ചപ്പോൾ ഉണ്ടായ ഒരു വലിയ
ക്ഷീണത്തെക്കാൾ വലിയ ക്ഷീണമാണ് ഇപ്പോൾ നാവിക ഉപരോധം, അമേരിക്കയുടെ നാവിക ഉപരോധം ഇറാനിൽ ഉണ്ടാക്കിയിരിക്കുന്നത്. കാരണം ഈ എണ്ണ അത് ശേഖരിക്കാൻ പറ്റിയില്ലെങ്കിൽ അതിന് ഉൽപ്പാദനം നിർത്തേണ്ടി വന്നു കഴിഞ്ഞാൽ എന്നേക്കുമായ എണ്ണ ഉൽപ്പാദനം തന്നെ ഇല്ലാതാകുന്ന രീതിയിലേക്ക് അവർ പോകും. അത് അവരുടെ രാജ്യത്തെ ആകെ തകർക്കുന്ന ഒരു സാഹചര്യമാണ്. അതുകൊണ്ടാണ് ഈ ഹോർമൂസിനെ ഒരു ആയുധമാക്കി ഈ യുദ്ധത്തിൽ ഒരു നേട്ടമുണ്ടാക്കാൻ ആദ്യം ശ്രമിച്ചത് ഇറാനാണ്. പക്ഷേ ഈ നാവിക ഉപരോധം എന്ന അമേരിക്കയുടെ നീക്കം അത് ഇറാനെ വല്ലാത്ത രീതിയിൽ പ്രതിരോധത്തിലാക്കിയിട്ടുമുണ്ട്. ഈ പശ്ചിമേഷ്യയിലെ സംഘർഷം ഈ നിലയിൽ തുടരുന്നത് ഗുരുതരമായി നമ്മളെയൊക്കെ ബാധിക്കാൻ പോവുകയാണ്. കാരണം ഇപ്പോൾ ഈ എണ്ണവില ഗണ്യമായി കൂടിയിരിക്കുന്നു. അതിന്റെ ഭാഗമായി പെട്രോളിനും ഡീസലിനും ഒക്കെ ഇനി വില വർദ്ധിക്കാൻ പോകുന്നു. പാചകവാതകത്തിന്റെ കാര്യത്തിൽ നമ്മൾ വീണ്ടും പ്രതിസന്ധിയിലേക്ക് എത്തുമെന്ന ആശങ്ക നിലനിൽക്കുന്നു. അപ്പോൾ അങ്ങനെ നമ്മുടെയൊക്കെ സാധാരണ ജീവിതത്തെ കൂടി ബാധിക്കുന്ന ഒന്ന് പശ്ചിമേഷ്യയിലെ തുടരുന്ന സംഘർഷങ്ങൾ കാരണമാവുകയാണ്. അതിന് പരിഹാരം കണ്ടെത്താനുള്ള നീക്കങ്ങൾ നിലവിൽ ഇപ്പോൾ ഒരു ഭാഗത്തും ശുഭസൂചകമായി കാണുന്നില്ല. എന്താണ് ഇനി സംഭവിക്കാൻ പോകുന്നത് കാത്തിരുന്ന് കാണാം. അമേരിക്ക വീണ്ടും ഒരു യുദ്ധം പുനരാരംഭിക്കുന്നതിന് വേണ്ടിയുള്ള തയ്യാറെടുപ്പുകൾ നടത്തുന്നു. അങ്ങനെയാണെങ്കിൽ കനത്ത വില നൽകേണ്ടി വരുമെന്ന മുന്നറിയിപ്പ് ഇറാൻ നടത്തുകയും ചെയ്തിരിക്കുന്നു. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.